بسم الله الرحمن الرحيم فؤادي بخير المرسلين مولع فؤادي بخير المرسلين مولع وأشرف ما يحلو لسمعي ثناء رقى في العلا والمجد أشرف رتبة بمبداه حار الخلق كيف انتقام يا سيدي. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഒരു വിഷയാവതരണ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ വിഷയാവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ആവശ്യമായ പ്രസംഗം ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ വിവിധ വിശ്വാസങ്ങളും ആദർശങ്ങളും കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ ഇത്രയും കളവുകൾ പറയാം, ദുഷ്പ്രചാരണം നടത്താം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് വഹാബിസമാണ്. അതിന്റെ തുടക്കം മുതൽക്ക് തന്നെ ദുഷ്പ്രചാരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ്. ഇപ്പോൾ കൂടുതൽ പ്രചണ്ഡമായി, വളരെ വിപുലമായി അതിന്റെ ദുഷ്പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആരൊക്കെ ഇരയാകും എന്ന് പലപ്പോഴും പ്രവചിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ഒരുപക്ഷെ അതിന് ഇരകളായേക്കാം. ഈ അടുത്ത കാലത്ത് ഗൾഫിൽ നിന്നും ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന്. ഞാൻ വാസ്തവത്തിൽ അത് കേട്ടപ്പോ ചിരിക്കണമോ അതോ കരയണമോ ടെലിഫോൺ കട്ട് ചെയ്യണമോ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. ഞാനും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് ഈ പ്രവർത്തകന്റെ ചോദ്യം. നിങ്ങൾ എന്താണത് ചോദിക്കാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്റർനെറ്റിൽ ഒരു വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വാർത്ത? നിങ്ങളും കൊളത്തൂരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഞാൻ എന്റെ സുഹൃത്തിനോട് എപ്പോഴോ ഒരിക്കൽ അത് പറഞ്ഞു തോന്നുന്നു. ഞാൻ അപ്പോഴത്തന്നെ അത് അവഗണിച്ച് കളഞ്ഞതാണ്. അപ്പോ ഇങ്ങനെ ഇതൊരു നുണയുടെ ഒരു ഉദാഹരണമാണ്.
ഇന്റർനെറ്റ് ആണല്ലോ ഇപ്പോൾ ഒരു വിഷയം ലോകമാകെ പ്രചരിപ്പിക്കാൻ പറ്റിയ, പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റിയ മാധ്യമം ഇന്റർനെറ്റാണ്. ആ ഇന്റർനെറ്റിലൂടെ വഹാബികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയും കൊളത്തൂർ അലവി സഖാഫിയും തമ്മിൽ വമ്പിച്ച പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഇവിടെ പ്രസംഗിച്ച മൗലവി പല സ്റ്റേജിലും അത് ആവർത്തിച്ച് ചോദിച്ചു, എന്താണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയെ കാണാത്തത്? ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, വെട്ടിച്ചിറയിൽ വെച്ച് തന്നെ. ഞാനുണ്ട് വെട്ടിച്ചിറയിൽ. 5 ദിവസത്തെ പ്രസംഗം വഹാബിസം എന്ന ടൈറ്റിലിൽ തന്നെ 5 ദിവസം പ്രസംഗിച്ചു, 3 മണിക്കൂർ വീതം. ഇന്നും IPBയുടെ ബുക്ക് സ്റ്റാളിൽ 15 മണിക്കൂറുള്ള ആ പ്രസംഗത്തിന്റെ CD കിട്ടും. അന്ന് 5 ദിവസത്തെ പ്രസംഗത്തിന്റെ മറുപടിക്ക് വേണ്ടി ഇവിടെ പ്രസംഗിച്ച മൗലവി വന്നപ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം കൊളത്തൂർ അലവി സഖാഫിയെ വിളിച്ച് ഞാനും ഉൾപ്പെടെ മുഖാമുഖം സംഘടിപ്പിക്കുകയും ആ മുഖാമുഖത്തിന്റെ മുമ്പായി ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് 2 മണിക്കൂർ സമയം ഞാൻ മറുപടി 2-3 മണിക്കൂർ സംസാരിച്ചു. അന്ന് ഞാൻ വെല്ലുവിളിച്ചിരുന്നു, ഇത് വെട്ടിച്ചിറയാണ്, ഇത് മജ്മഅ മഹല്ലാണ്, ഇവിടെ വഹാബിസത്തിന് യാതൊരു സ്വാധീനവുമില്ല, ഉണ്ടാകാൻ അനുവദിക്കുകയുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. വാസ്തവത്തിൽ വെട്ടിച്ചിറയിൽ അങ്ങനെ ഒരു പ്രസംഗം തുടരുന്നതിനോട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല. പക്ഷെ പല സ്റ്റേജിലും സുലൈമാൻ സഖാഫി ഇപ്പോൾ രംഗം വിട്ടു, അദ്ദേഹം ഇപ്പോൾ എവിടെയും കാണുന്നില്ല എന്ന ദുഷ്പ്രചാരണം ഇദ്ദേഹം നടത്തിയതുകൊണ്ട് ഇദ്ദേഹത്തെ എന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ ഒതുക്കണം എന്ന ഒരു വാശി എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ വെല്ലുവിളിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം വന്നില്ല, അവിടെ വന്നില്ല. ഈ പ്രചാരണത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു സത്യമുണ്ട്, അതും നമ്മൾ അറിയണമല്ലോ. എന്താണ് സുലൈമാൻ സഖാഫി രംഗത്തില്ലാത്തത്? ഇദ്ദേഹം അതിന് പറയുന്ന ഒരു കാരണം, യഥാർത്ഥ കാരണം ഞാൻ പിന്നെ പറയാം. ഇദ്ദേഹം അതിന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കാരണം, മണ്ണാറക്കാട് സംവാദത്തിൽ സുന്നികൾ തോറ്റതിന് ശേഷം സുലൈമാൻ സഖാഫി രംഗം വിട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അലവി സഖാഫിയും രംഗം വിടണല്ലോ. ഞങ്ങൾ രണ്ടാളും കൂടി അല്ലേ വാദപ്രതിവാദം നടത്തിയത്? അലവി സഖാഫിയും രംഗം വിടണല്ലോ. അപ്പൊ അത് വൈരുദ്ധ്യമാണ്, അത് ശരിയല്ല. ആ പ്രചാരണത്തിന് വെട്ടിച്ചിറ പ്രസംഗത്തിൽ ഞാൻ മറുപടി കൊടുത്തു. എന്ത് പറഞ്ഞാ മറുപടി കൊടുത്തത്? മണ്ണാറക്കാട് സംവാദം കേട്ടതിന് ശേഷം മുജാഹിദ് പാളയത്തിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന, ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലുള്ള ഒരു ISM മണ്ഡലം പ്രസിഡന്റിന്റെ CD, അതിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഞാൻ മണ്ണാറക്കാട് സംവാദം ഉൾപ്പെടെയുള്ള സംവാദങ്ങളും അതുപോലെ ഒട്ടേറെ മുഖാമുഖങ്ങളിലും പങ്കെടുത്ത് എനിക്കുള്ള സംശയങ്ങൾ മുഴുവനും ചോദിച്ച് അതിനുശേഷമാണ് ഞാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറയുന്ന പയ്യന്നൂരിലെ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, ISMന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ CD കേൾപ്പിച്ച് ഞാൻ അന്ന് വിശദീകരണങ്ങൾ നൽകി. അപ്പോ മണ്ണാറക്കാട് സംവാദത്തില് സുന്നികൾ തോറ്റു എന്ന മുജാഹിദിന്റെ പ്രചാരണം ശരിയാണെങ്കിൽ തീർച്ചയായും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അങ്ങോട്ടാണല്ലോ ആളുകൾ പോകേണ്ടത്. അങ്ങോട്ട് പോയില്ലെന്ന് മാത്രമല്ല, അത് കേട്ടതിന് ശേഷം വളരെ കാലം മുജാഹിദിന്റെ രംഗത്ത് പ്രവർത്തിക്കുകയും അതിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിക്കുകയും ചെയ്ത ഒരു മൗലവി അതിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് വരുന്ന അനുഭവം ഉണ്ടാവുകയും അദ്ദേഹം അത് തുറന്നു പറയുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖവും അതുപോലെ പ്രസംഗവും ഒക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അപ്പോ മണ്ണാറക്കാട് സംവാദവുമായി ബന്ധപ്പെടുത്തിയുള്ള ദുഷ്പ്രചാരണമാണ് യഥാർത്ഥത്തിൽ വഹാബികൾ നടത്താറുള്ളത്. ഇതിന് സാഹചര്യമൊരുങ്ങിയ ഒരു സന്ദർഭമുണ്ട്, അതുകൂടി പറയണം. നമ്മുടെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു 2-2.5 വർഷം മുമ്പ് ഞാനൊരു കാറപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി. പ്രവർത്തകർക്കൊക്കെ അറിയാം, സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറെ കാലം, ഒരു 5-6 മാസക്കാലം ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ആയിട്ട് ചികിത്സയിലായി. അന്ന് ഡോക്ടറുടെ ഒരു വിലക്കുണ്ടായിരുന്നു.
ഒരു പ്രസംഗമാവുമ്പോൾ ചിലപ്പോ 2, 3, 4 മണിക്കൂർ ഒരേ നൃത്തം നിന്ന് നമ്മൾ പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നറിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിലക്കി. ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ പൊതു സ്റ്റേജിൽ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിങ്ങളുടെ കാലിന് വീണ്ടും പ്രശ്നമാകും, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഒരു സർജറി കഴിഞ്ഞതാണ്, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ഒരു ഡോക്ടർ പറയുമ്പോ അത് ഞാൻ മുഖവിലക്കെടുക്കണമല്ലോ എന്ന് മനസ്സിലാക്കി പൊതുപരിപാടികളിലേക്ക് എല്ലാ ദിവസവും 1, 2 സ്റ്റേജിൽ പോയിരുന്നതിൽ നിന്ന് കുറച്ചൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. അതെന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ 2 വർഷത്തെ കാലാവധി കഴിഞ്ഞു. ഇനി ഈ മൗലവിമാരുടെ ദുഷ്പ്രചാരണവും അതുപോലെ തന്നെ ഇവരുടെ ഈ ദുഷ്പ്രചാരണമല്ലാതെ കളവല്ലാതെ ഈ വഹാബിസത്തിന്റെ നേതൃത്വത്തിൽ മതപ്രബോധനം എന്ന രൂപത്തിൽ നമ്മൾ കേൾക്കാറില്ല. കേട്ടത് മുഴുവൻ കളവ്, മടുപ്പിക്കുന്ന കളവ്. ഇവിടെ ഒരുപക്ഷെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ കേട്ടവരാണ് നിങ്ങൾ. എന്ത് മനസ്സിലായി സുഹൃത്തുക്കളെ? ഒരു ദിവസം നമ്മൾ വിഷയം അവതരിപ്പിച്ചു പോകും, കാര്യങ്ങളൊക്കെ പറയും. അടുത്ത ദിവസം മൗലവിമാര് വരും, മൗലവിമാര് വേറെന്തൊക്കെ പറയും. സ്വാഭാവികമായും സുന്നി പ്രസംഗകൻ നിർബന്ധിതനാണ് അപ്പറഞ്ഞതിന് മറുപടി പറയാൻ. അപ്പൊ അങ്ങോട്ടും മറുപടി പറയും. നേരത്തെ പറഞ്ഞതോ അവിടെ കിടക്കുകയാണ്. അങ്ങനെ അതിന് മറുപടി പറയുമ്പോൾ 3ാമത്തെ ദിവസം മൗലവി വന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയും. സുന്നി പ്രഭാഷകൻ നിർബന്ധിതനാണ്, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണമല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ലേ. 2 ദിവസത്തെ വിഷയം ഇവിടെ കിടക്കുകയാണ്, 3ാമത്തെ ദിവസം അങ്ങോട്ട് കിടക്കും. ഇതല്ലേ ചാലിയത്ത് നടന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ സ്ഥിതി? എല്ലാ സ്ഥലത്തും അതാണ് സ്ഥിതി. സുന്നി പണ്ഡിതന്മാർ, സുന്നി പ്രബോധകന്മാർ, പ്രസംഗകന്മാർ അവതരിപ്പിക്കുന്ന വിഷയം ആ വിഷയത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ മറ്റേതെങ്കിലും വിഷയങ്ങൾ പറയും. അതിന് സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കേണ്ടി വരും. പിന്നെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയും. ഒരു കാര്യം ഞാനിവിടെ ആമുഖമായി പറയുന്നു, ഞാൻ ഇന്ന് വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. അതെന്താ? ഇതൊരു പരസ്യമായ വേദി, ചാലിയത്തങ്ങാടിയിൽ അല്ലേ? ഈ പരസ്യമായ വേദിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ മറുപക്ഷത്തുള്ള വലിയ മൗലവിമാരുടെ വീട്ടിൽ വരെ ചെന്ന് ക്ഷണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടിൽ വരെ വന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടേത് പരസ്യമായ വേദിയാണ്, സുതാര്യമായ വേദിയാണ്, തുറന്ന വേദിയാണ്. നിങ്ങൾക്ക് ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, എത്രയും ചോദിക്കാം, തീരുന്നത് വരെ ചോദിക്കാം. ഇതല്ലേ നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി? മുഖാമുഖം ഇന്ന് ആരംഭിച്ചതല്ലല്ലോ, വർഷങ്ങളായി. 100 കണക്കിന് വേദികൾ ഞാനും എന്റെ സുഹൃത്തും മുഖാമുഖങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തുറന്ന വേദികളാണ് നമ്മൾ ഒരുക്കിയത്, തുറന്ന വേദികൾ. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ തുറന്ന വേദി ഒരുക്കി ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് ആ ശ്രോതാവിന് തങ്ങളുടെ ആദർശങ്ങളിലുള്ള, വിശ്വാസങ്ങളിലുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരസ്യമായ വേദി ഏത് മതപ്രബോധക സംഘത്തിനാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? SYS-നല്ലാതെ, SSF-നല്ലാതെ, ഈ 2 സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കല്ലാതെ കേരളത്തിൽ ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് പരസ്യമായ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതാ ചോദിച്ചോളൂ, മൈക്ക് ഞങ്ങളുടെ ചെലവിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വേദി SYS-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ, SSF-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ കേരളത്തിലെ ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? മുജാഹിദാകാം, ജമാഅത്തെ ഇസ്ലാമിയാകാം, തബ്ലീഗാകാം, ഖാദിയാനിയാകാം, ഏതുമാകാം. ആർക്ക് സാധിക്കും? ഈ ഒരൊറ്റ വെല്ലുവിളിയിൽ നിന്ന് സുഹൃത്തുക്കളെ സത്യം എവിടെ എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ആർക്കാണ് പ്രയാസം? ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതെന്താണ്? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം.
പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, പ്രമാണബദ്ധമാണോ എങ്കിൽ അവർക്ക് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടച്ചുപൂട്ടിയ പുസ്തകമല്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്. തുറന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും മറിച്ചു നോക്കാം. ആ പുസ്തകത്തിൽ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുവാനും വിശദീകരിച്ചു തരുവാനും അതിന്റെ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രംഗം വിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പ്രബോധനം ചെയ്യുന്ന ആദർശം, പ്രബോധനം ചെയ്യുന്ന വിശ്വാസം, പ്രബോധനം ചെയ്യുന്ന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികളെ സംബന്ധിച്ച് ഏത് സംശയങ്ങൾ പ്രബോധിത ജനതക്കുണ്ടെങ്കിലും ആ പ്രബോധിത ജനതയുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അവരുടെ ഭയപ്പാടുകളും അത് തികച്ചും പ്രമാണബദ്ധമായി രേഖകളുടെ പിൻബലത്തോടെ സഹോദരങ്ങളെ നിവാരണം കണ്ടെത്തി കൊടുക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന പന്തലിൽ വെച്ച് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വെച്ച് മാത്രമല്ല, ഒരു കാലത്ത് നിയമ തടസ്സങ്ങളില്ലായിരുന്നു, ഇപ്പൊ നിയമ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. കാരണം പിൻവാതിലിലൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് പലപ്പോഴും വളരെ ആവേശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, 10 മണിവരെ 9:30 മണിവരെയായിരുന്നു അനുവദിച്ച സമയം. 9:30 മണിവരെ വിഷയാവതരണം മഗ്‌രിബിന് മുമ്പ് കഴിഞ്ഞ് പിന്നീട് മഗ്‌രിബിന് ശേഷം ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും 9:30 വരെ മാത്രമേ സമയമുള്ളൂ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിന്റെ പിൻഭാഗത്ത് കാവലിരിക്കുകയാണ്. 9:30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 11:30 മണിക്കാണ് SI വന്നുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. SI അദ്ദേഹം മുഖാമുഖം കേൾക്കുകയായിരുന്നു. 9:30 മണിവരെ അനുവദിച്ച സമയം 11:30 വരെ നീട്ടിത്തന്നു. ഇന്ന് ചരടുവലികൾ തുടങ്ങി. കാരണം SYSന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. SSFും SYSും നടത്തുന്ന മുഖാമുഖ പരിപാടികളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് ചില രഹസ്യ വഴികളിലൂടെ സ്വാധീനം ചെലുത്തി കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ വയസ്സായ കാരണവന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നമ്മുടെ പാതിരാവായതുകൾ എന്നായിരുന്നു സുഹൃത്തുക്കളെ അവസാനിച്ചിരുന്നത്? നമ്മൾ റമദാനിൽ സംഘടിപ്പിക്കുന്ന വാഴ പരിപാടികൾ എന്നായിരുന്നു ഏത് സമയത്തായിരുന്നു അവസാനിച്ചിരുന്നത്? 12ഉം 1 മണിയും നമ്മുടെ ലേലം വിളിയൊക്കെ കഴിയുമ്പോഴേക്ക് ഏതാണ്ട് അത്തായത്തിന്റെ സമയമാവൂലേ? അങ്ങനെയല്ലായിരുന്നു നമ്മുടെ പ്രബോധന പരിപാടികൾ? അതല്ലേ കേരളത്തിന്റെ അന്തരീക്ഷം, അതല്ലേ കേരളത്തിന്റെ മഹിമ? പക്ഷെ ഇപ്പൊ നമുക്ക് കർക്കശമായ നിർദ്ദേശങ്ങൾ വരികയാണ്. 10 മണിക്കപ്പുറം പരിപാടി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. 10 മണിക്കപ്പുറം കുറച്ചുകൂടി നടത്തിക്കോട്ടെ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ തന്നെ അപ്പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. 10 മണിയായി മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് പ്രബോധനത്തെ ഭയപ്പെടുന്നത്? പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? തീർച്ചയായും ഞാൻ പറയുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് ആദർശത്തിന്റെ പിൻബലമില്ല. ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അവർക്ക് വിശ്വാസത്തിന്റെ പിൻബലമില്ല. മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ പിൻബലമില്ല. പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് ചോദ്യങ്ങളെ ഭയപ്പെടണം? ആദർശത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് മുഖാമുഖങ്ങളെ ഭയപ്പെടണം? പ്രമാണങ്ങളുടെയും രേഖകളുടെയും പിൻബലമുണ്ടെങ്കിൽ അവരെന്തിനാണ് സുഹൃത്തുക്കളെ പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നവർ, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർ, മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർ, അതൊരിക്കൽ പോലും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, തീർച്ചയായും അവർക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല, അവർക്ക് സത്യസന്ധതയുടെ പിൻബലമില്ല, അവർക്ക് രേഖയുടെ പിൻബലമില്ല. ഇത് തിരിച്ചറിയാൻ എന്തിനാണ് സുഹൃത്തുക്കളെ പാണ്ഡിത്യം? പടച്ചവൻ തന്ന ബുദ്ധി കൊണ്ട് നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിയില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
കേരളത്തിൽ വഹാബിസം പ്രവർത്തനം ആരംഭിച്ച് 19 കൊല്ലക്കാലം കഴിഞ്ഞു. തൊട്ടുപിന്നിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മത്സര രംഗത്തുണ്ട്. അതേപോലെ ചപ്പും ചവറുമായി ചില്ലും ചില്ലറയുമായി കുറെയൊക്കെ വേറെയും കുറെ സാധനങ്ങളുണ്ട്, ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളുമായി. 19 കൊല്ലക്കാലമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ 80 കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി ഇവരെന്ത് നേടി? നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ആലോചിക്കണമല്ലോ. ഇവരെന്ത് നേടി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രബോധന രംഗം നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം, ഇവര് കുറെ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടം. യഥാർത്ഥത്തിൽ പ്രബോധനം നടത്തേണ്ടതും നടക്കേണ്ടതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്. പക്ഷെ ഇവരുടെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിത്തീർന്ന ഒരു ദുരന്തം നരകം നിറഞ്ഞു, സ്വർഗം ശൂന്യമായി എന്നതാണ്. തുടക്കം മുതലേ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. മതപ്രബോധന രംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ ആവിഷ്കരിക്കുവാനോ ഏറ്റവും കുറഞ്ഞത് പ്രബോധിത ജനതയെ, സഹോദരങ്ങളെ ഒരു നയത്തോടെ സമീപിക്കാൻ പോലുമോ കേരളത്തിലെ വഹാബിസത്തിന് സാധിച്ചിട്ടില്ല. 1920കളിൽ രംഗത്ത് വന്നതിന് ശേഷം ആദ്യമായി പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങളാരും മുസ്ലിമീങ്ങളല്ല എന്നായിരുന്നു. അല്ലേ? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങളല്ല, അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവിയുടെയൊക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മറിച്ചു നോക്കിയാൽ ഓക്കാനം വരും അറിയാതെ. അത്രയും കൂടുതൽ ഈ സമുദായത്തെ കാഫറാക്കി എഴുതി തള്ളിയ മറ്റൊരു വിഭാഗം വഹാബിസത്തെ പോലെ, സുഹൃത്തുക്കളെ, മറ്റൊരു ബിദഈ പ്രസ്ഥാനത്തെ പോലും കാണുക സാധ്യമല്ല. അത്രയും കൂടുതൽ മുസ്ലിം സമുദായത്തെ കാഫറുകളാക്കി എഴുതി തള്ളിക്കൊണ്ടാണ് കേരളത്തിൽ വഹാബിസം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം, എന്റെ ഈ പന്തലിന്റെ പിറകിലും പരിസരങ്ങളിലുമായി ഈ സദസ്സും ഈ മുഖാമുഖവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കൊരാൾക്ക് മുജാഹിദാകണമെങ്കിൽ, നിങ്ങൾക്കൊരാൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരനാകണമെങ്കിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്താണ്? എന്റെ സ്വന്തം ഉമ്മയും ഉപ്പയും കാഫിറുകളാണ്, അവര് മുസ്ലിങ്ങളല്ല എന്ന് സമ്മതിക്കാതെ ഒരാൾക്ക് മുജാഹിദാവുക സാധ്യമല്ല. എനിക്കതിന് സാധ്യമാണ് എന്ന് പറയുന്ന മുജാഹിദ് ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ആ കസേര, അവർക്ക് വരാം. എന്റെ ഉമ്മയെ തള്ളിപ്പറയാതെ, എന്റെ ഉപ്പയെ തള്ളിപ്പറയാതെ പോകട്ടെ. ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ കുറഞ്ഞത് വലിയുപ്പയെയും വലിയുമ്മയെയും എങ്കിലും തള്ളിപ്പറയാതെ, വലിയുമ്മയും വലിയുപ്പയും അവര് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ സുഹൃത്തുക്കളെ ഒരു വ്യക്തിക്ക് മുജാഹിദാവുക സാധ്യമല്ല, ജമാഅത്തെ ഇസ്ലാമിയാവുക സാധ്യമല്ല. കേരളത്തിൽ പിറന്നു വീഴുന്ന ഏതൊരു കുഞ്ഞും ഒരു മുസ്ലിം കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കുന്നത് സ്വന്തം ഉപ്പയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ചുണ്ടിൽ നിന്നാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട് ഒരു സുന്നത്ത് നിർവഹിക്കാറുണ്ട് നമ്മൾ. ആ സുന്നത്തിലൂടെ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കുന്ന കുട്ടിയെ ആര്? ഒരുപക്ഷെ ഉപ്പ തന്നെ, അല്ലേ? ഉപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് മകന്റെ അല്ലെങ്കിൽ മകളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം ആദ്യമായി കേൾക്കുന്നു ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്. രണ്ടാമത് ഉമ്മ കുട്ടിയെ താരാട്ടുപാടി ഉറക്കുകയാണ്. വാവിട്ട് കരയുന്ന കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി ഉമ്മ താരാട്ട് പാടുന്നു. എന്താ താരാട്ട്? ഇന്ന് കേൾക്കുന്ന താരാട്ടല്ല. ആ താരാട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അല്ലെ? ഒരു പ്രത്യേക ഈണത്തിലും ശബ്ദത്തിലും ഉമ്മ താരാട്ട് പാടുന്നത് കേട്ട വലിയവർ പോലും ഉറങ്ങിപ്പോകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കുട്ടിയെ ഉറക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് രണ്ടാമത് കുഞ്ഞ് കേൾക്കുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ കുഞ്ഞു ചെവിയിൽ ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവര് മുത്തുനബിയെ വിളിക്കുന്നവരാണ് എന്ന കാരണത്താൽ നാട്ടിൽ ഒരു മുജാഹിദ് ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടാകുന്നത്. തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉമ്മ, ആ ഉമ്മ മുത്തുനബിയെ വിളിക്കുന്ന ഉമ്മ. ആരാടോ മുത്തുനബിയെ വിളിക്കാത്ത ഉമ്മമാര് കേരളത്തിലുള്ളത്?
മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉമ്മമാരുണ്ട് കേരളത്തിൽ? മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉപ്പമാരുണ്ട് കേരളത്തിൽ? ഉണ്ടോ? ഇപ്പൊ മുജാഹിദ് വന്ന് കുറച്ചു കാലം, അതും വളരെ ഈ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ അവശേഷിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ, മഹാഭൂരിപക്ഷം ജനങ്ങൾ, ആ മഹാഭൂരിപക്ഷം ജനങ്ങളും മുത്തുനബിയെ വിളിക്കുന്നവരാണ്. അവർ ബദരീങ്ങളെ വിളിക്കുന്നവരാണ്. അങ്ങനെ വിളിക്കുന്നതിന്റെ പേരിൽ തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച എന്റെ ഉമ്മയും ഉപ്പയും കാഫറുകളാണ് എന്ന് വിശ്വസിക്കാതെ പറയാതെ ആർക്കാണ് മുജാഹിദാകാൻ സാധിക്കുക? അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും തള്ളിപ്പറയുന്നതിലൂടെ മുജാഹിദ് ചെയ്യുന്നത് എന്താണ്? തലമുറകളെ തന്നെ തള്ളിപ്പറയുന്നു. നമ്മുടെ വേരുകളാണ് സുഹൃത്തുക്കളെ ഇവർ തള്ളിപ്പറയുന്നത്. ഈ സമുദായത്തിന്റെ വേരുകൾ, മുസ്ലിം സമുദായത്തിന്റെ വേരുകളാണ് കേരളത്തിലെ വഹാബിസം പിഴുതെറിയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാമോ, 500 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട് നമ്മുടെ കേരളത്തിൽ, അല്ലേ? 600ഉം 700ഉം കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. 1000 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മക്ബറകളുണ്ട്, അല്ലേ? ഈ സ്വഹാബിമാരും 1000 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ താബിഈങ്ങളും താബിഈങ്ങളും അവരൊക്കെ മരണപ്പെട്ടു പോയ, അവരൊക്കെ കബറടക്കപ്പെട്ട മക്ബറകളുണ്ട് കേരളത്തിൽ. ആ മക്ബറകളിൽ മരിച്ചു കിടക്കുന്ന ഓരോ മുസ്ലിമും മുത്തുനബിയെ വിളിച്ചവരാണ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചവരാണ്. അങ്ങനെ വിളിച്ചവർ കാഫിറുകളാണ് എന്ന് മുജാഹിദ് പറഞ്ഞാൽ മുജാഹിദ് തള്ളിപ്പറയുന്നത് നമ്മുടെ തലമുറകളെയാണ്. അസ്തിത്വം, നമ്മുടെ അടിവേര്, നമ്മുടെ അടിത്തറ തന്നെ മാന്തി എറിയാനാണ് മുജാഹിദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയണ്ടേ ചെറുപ്പക്കാര്? ഇത് തിരിച്ചറിയണ്ടേ മുസ്ലിമീങ്ങൾ? ഇതൊരു കുനൂത്തിന്റെയും അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥനയുടെയും മാത്രം വിഷയമല്ല. ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ വിഷയമാണ്, നമ്മുടെ അടിത്തറയുടെ വിഷയമാണ്, നമ്മുടെ വേരാണ് ഈ തുരപ്പന്മാർ മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് സാധിക്കണം എന്ന കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് അനുവദിച്ച സമയം വളരെ പരിമിതമാണ്. ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള മറുപടിയും വിശദീകരണങ്ങളും നമുക്കാകാം. ഒരു നീണ്ട വിഷയാവതരണത്തെക്കാൾ നല്ലത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തോട്, അതുപോലെ അതിന്റെ പ്രബോധകന്മാരോട്, അതിന്റെ പ്രസംഗകരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. അതെന്താ? നിങ്ങൾ നുണ പറയില്ല എന്ന്. നുണ പറയില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഞങ്ങളെ വിജയം ഉറപ്പായി. പക്ഷെ നുണ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം നുണയെ തോൽപ്പിക്കാൻ നിങ്ങളുടെ മറുഗ്രൂപ്പിനല്ലാതെ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങളോട് ഒരു വിനയത്തോടെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചുകൊണ്ട് വെറുതെ ദുഷ്പ്രചാരണങ്ങൾ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ അത് നിർത്തിവെച്ച് നിങ്ങൾ ഖുർആനും സുന്നത്തും എടുക്ക്, പ്രമാണങ്ങൾ എടുക്ക്, രേഖകൾ എടുക്ക്, എന്നിട്ട് സംസാരിക്ക്. അങ്ങനെ സംസാരിക്കുന്നതാണ് സത്യസന്ധത എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനും ബാത്തില് ബാത്തിലായി മനസ്സിലാക്കി അത് തള്ളിക്കളയാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മുഖാമുഖ വേദിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ സലാം പറഞ്ഞപ്പോൾ തന്നെ പല മുഖങ്ങളിലും പ്രതികരണത്തിന്റെ അടയാളങ്ങൾ കണ്ടില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു, സുന്നി മുജാഹിദുകളുടെ സലാം മടക്കുകയില്ല. സുന്നികൾ സലാം പറഞ്ഞാൽ മുജാഹിദുകൾ സലാം പറഞ്ഞാൽ സുന്നികളുടെ മുഖത്തിനൊരു വല്ലാത്തൊരു കനമാണ്. അവർ പ്രതികരിക്കാൻ വളരെ വിമുഖത കാണിക്കുന്നു. ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനമായ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോഴുള്ള ഈ വ്യാകരണ തത്വം പോലും സുന്നികൾ പാലിക്കുന്നില്ല. എന്റെ ചോദ്യം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണമെന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. എന്നിട്ട് പോലും ഈ തലപ്പാവുധാരികളായ ആളുകൾ ആരും സലാം മടക്കിയതായി ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ അടയാളം അവരുടെ ചുണ്ടുകളിൽ കണ്ടില്ല. എന്തിനാണ് ഇത്രയധികം ഒരു അക്രമമായ സ്വഭാവം സുന്നികളുടെ ഭാഗത്ത് നിന്ന് എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ.
മുസ്ലിമിനോട് പറയേണ്ടതാണ് സലാം. തലീകെട്ടുകാരൊന്നും സലാം അടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, തലയിൽ കെട്ടിയ ആൾക്കാര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിക്കാം. എന്നാ കഴിഞ്ഞു. തലയിൽ കെട്ടിയ ആൾക്കാര് മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാം. അത് സമ്മതിച്ചിട്ട് അവരോട് സലാം പറയാ. അപ്പൊ അവര് സലാം അടക്കും. സലാം പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? ഈ ചോദിച്ച ആളെ കുറിച്ചല്ല, അദ്ദേഹത്തെ അറിയില്ല. സലാം പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? പറയപ്പെടുന്ന തലീകെട്ടേ നീ കാഫിറാണ് എന്നാണ്. അല്ലേ? ഞാൻ സലാം പറയുന്ന തലീകെട്ട് കാഫിറാണ് എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. ഒരു കാര്യം ചോദ്യകർത്താവിനും അറിയാം. അതെന്താ? കാഫിറിനോട് പറയേണ്ടതല്ല സലാം, അത് മുസ്ലിമും തമ്മിൽ പറയേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല. ഒരൊറ്റ കാര്യം മാത്രം പല മുഖാമുഖങ്ങളിലും നമ്മൾ പലപ്പോഴും വിശദീകരിച്ച കാര്യമാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. നമുക്കെന്താ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചാൽ? അല്ല, അങ്ങനെ ഒരു കാലാണല്ലോ ഇപ്പോൾ. എല്ലാവരും ഇങ്ങനെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിയുന്ന ഒരു കാലല്ലേ? പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആദർശത്തിനിടയിൽ ഒരുപാട് വളരെ വലിയ അന്തരമുണ്ടാകുമ്പോൾ പോലും സമവായത്തിന്റെ വഴി എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. ഈ കാലത്ത് പോലും പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ എന്താ മുജാഹിദിനൊരു മടി? മുജാഹിദ് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളാണെന്ന് പറയാത്തത്? ഞാൻ ആ വിഷയം പറഞ്ഞു പോയാൽ നീണ്ടുപോകും. സാന്ദർഭികമായ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് വന്നിട്ട് ആദ്യം പറഞ്ഞത് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നിട്ടില്ല. അതിന് മുമ്പ് പണ്ഡിതന്മാരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദർസും മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. അതിനിടയിലാണ് മുജാഹിദ് വന്നിട്ട് പറഞ്ഞത് സുന്നികളൊക്കെ കാഫിറാണ്. അന്ന് ആലിമീങ്ങൾ ചോദിച്ചു, അതെന്താടോ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും സ്വാലിഹീങ്ങളും ഉണ്ടല്ലോ, അവരൊക്കെ കാഫിറുകളാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോ മുജാഹിദിന്റെ മൗലവിമാരുടെ മറുപടി എന്തായിരുന്നു? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഖുർആനിൽ കുറഞ്ഞൊരു പരിപാടിയില്ല, അത് ഖുർആൻ പറഞ്ഞതാണ്. എന്താ ഖുർആനിൽ പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മുജാഹിദിന്റെ പള്ളിന്റെ തിരുനെറ്റിയിൽ ഇപ്പോഴും ഉണ്ടാവുക ഈ ആയത്ത് ഖുർആനിലുള്ളതാണ്. പക്ഷേ മുജാഹിദുകൾ ഇത്രയും കൂടുതൽ ആഴത്തിൽ വ്യഭിചരിച്ച മറ്റൊരു ആയത്തുണ്ടോ എന്നത് പോലും സംശയമാണ്. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല, അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല, ഉറപ്പല്ലേ? സുന്നികൾ മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കുന്നില്ലേ? ബദരീങ്ങളെ വിളിക്കുന്നില്ലേ? മുത്തുനബിയെ വിളിക്കുന്നില്ലേ? അമ്പർത്തതങ്ങളെ വിളിക്കുന്നില്ലേ? എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നവർ കാഫിറാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസംഗിച്ചു. അന്ന് മുതൽ സുന്നികളൊക്കെ നരകത്തിലായി, മുജാഹിദ് മാത്രമാണ് സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കാഫിറുകളാണ്, മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കുന്നവർ കാഫിറുകൾ തന്നെ, സുന്നികൾ കാഫിറുകൾ തന്നെ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അത് കേട്ട നമ്മുടെ മുജാഹിദുകൾക്ക് വല്ലാത്തൊരു സുഖം. കാരണം അവര് പറയുന്ന കാര്യം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോ മുജാഹിദിന് ഒരു വയറ്റുന്നുമായ സുഖം, നല്ലൊരു റാഹത്ത്. കാരണം ഞങ്ങൾ പറയുന്ന അതേ കാര്യമാണല്ലോ മുജാഹിദും പറയുന്നത്, അല്ല ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. പക്ഷെ ആ റാഹത്ത് കുറച്ചു കാലം നീണ്ടു നിന്നില്ല. ജമാഅത്തെ ഇസ്ലാമി വിളിച്ചിട്ട് മുജാഹിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ റാഹത്താകണ്ട, നിങ്ങളും നരകത്തിൽ തന്നെയാണ്, നിങ്ങളും കാഫിറാണ്. ആരോടാ ഇതിനോട്? അതെന്താ മുജാഹിദ് നരകത്തിലാകാൻ കാരണം, കാഫിറാകാൻ കാരണം? അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന താഗൂത്താണ്, ബിംബമാണ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ബിംബമാണ്, ഇന്ത്യൻ ജനാധിപത്യം ബിംബമാണ്, ഇന്ത്യൻ മതേതരത്വം ബിംബമാണ്, ഇന്ത്യൻ പാർലമെന്റ് ബിംബമാണ്, ഇന്ത്യൻ കോടതി സുപ്രീം കോടതി ബിംബമാണ്, ഇന്ത്യൻ ജുഡീഷ്യറി ബിംബമാണ്, എല്ലാം ബിംബമാണ്. അപ്പോ കോടതിയിൽ പോകുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, വോട്ട് ചെയ്യുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, സ്കൂളിൽ പോകുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, സ്കൂളിലെ പഠിപ്പിക്കുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നവൻ അവൻ ബിംബാരാധന നടത്തുകയാണ്. ആകെ ബിംബം, ആകെ അമ്പലം. ഇതൊക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ട്, അവസരം കിട്ടിയാൽ വോട്ട് ചെയ്യുന്നുണ്ട്, ഉദ്യോഗം സ്വീകരിക്കുന്നുണ്ട്, ഇന്ത്യൻ കോടതിയെ സ്വീകരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന മുജാഹിദുകളെ നിങ്ങൾ കാഫിറുകളാകുന്നു എന്ന് പറഞ്ഞു ആര്? ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ 940 മുതൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോ മുജാഹിദും നരകത്തിലായി, സുന്നി നരകത്തിലായി. പിന്നുള്ളത് ആകെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മാധ്യമം പത്രവും മാത്രം സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ചേകനൂർ മൗലവി വന്നു. ചേകനൂർ മൗലവി വന്നിട്ട് പറഞ്ഞു, സുന്നികളേതായാലും നരകത്തിന് നേർച്ചക്കോയിക്കളെ മാറി ഒരു നരകത്തേക്ക് തന്നെ ഉള്ളതാണ്. പിന്നുള്ളത് ഈ ജമാഅത്തും മുജാഹിദും ആണല്ലോ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞ ആൾക്കാര്. അവരെ വിളിച്ചിട്ട് ചേകനൂർ മൗലവി പറഞ്ഞു, നിങ്ങളിപ്പോ സുന്നികളൊക്കെ നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താ? അവർ അള്ളാഹു അല്ലാത്തവരെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സുന്നികളെ കാഫിറാക്കിയത് ജമാഅത്തും മുജാഹിദും. അതുകൊണ്ട് ചേകനൂർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച, മരിച്ചുപോയ ആളെ വിളിച്ച കാരണത്താൽ സുന്നികൾ കാഫിറാകുമെങ്കിൽ, അവർ നരകത്തിലെത്തുമെങ്കിൽ, മുജാഹിദുകളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും കാഫിറുകളാണ്, രണ്ടു കൂട്ടരും നരകത്തിലുമാണ്. ആര്? ചേകനൂർ പറയാം. അപ്പൊ ചോദിച്ചു, അതെന്തേപ്പോ ഈ തൗഹീദിന്റെ നടുക്കണ്ടങ്ങളായി ഇങ്ങനെ രംഗത്ത് വന്ന ആൾക്കാർ ഇപ്പൊ എങ്ങനെ നരകത്തിലെത്തി? ചേകനൂർ മൗലവിന്റെ വിശദീകരണം അത് വളരെ ലളിതമാണ് കാര്യങ്ങൾ. അല്ല പറഞ്ഞ എന്താ? അന്നൽ മസാജിദ് ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല. ഈ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പള്ളിയിൽ വെച്ച് ഓതുന്ന അത്തഹിയാത്ത് ഉണ്ടല്ലോ, ആ അത്തഹിയാത്തിൽ അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസമുണ്ട്. ചേകനൂരിന്റെ ഭാഷയാണേ. അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ, ഓ മുഹമ്മദ് നബിയേ എന്ന് മുജാഹിദ് വിളിക്കുന്നു പള്ളിയിൽ വെച്ച് അത്തഹിയാത്ത് ഓതുമ്പോ. അത്തഹിയാത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയും വിളിക്കുന്നു അയ്യുഹൻ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ. ചേകനൂർ പറയുന്നു, ഏത് മുഹമ്മദ് നബിയെ നിങ്ങൾ ഈ വിളിക്കണേ? 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബിനെ മദീനത്തെ ഖബർക്കായി വിളിക്കണത്. അല്ല പറഞ്ഞ എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളിയൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഈ മരിച്ചുപോയ മുഹമ്മദ് നബിയെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നില്ലേ? അതുകൊണ്ട് സുന്നികളെ കാഫിറാക്കാൻ നിങ്ങൾ ഏതൊരായത്താണോ തെളിവാക്കിയതെങ്കിൽ അതേ ആയത്തിന്റെ പിൻബലത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ മുജാഹിദും ജമാഅത്തും കാഫിറുകളാണ്, രണ്ടു കൂട്ടരും നരകത്തിലാണ്. വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ. ചേകനൂരിന്റെ വെല്ലുവിളി. കാഫിറാക്കി ഇനിപ്പാറ സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിലാകുള്ള ഒരു ചേകനൂർ മൗലവിയാണ്, മൂപ്പരണെ കാണാനുമില്ല. 920 മുജാഹിദ് വന്നു, സുന്നി നരകത്തിലായി. 940 ജമാഅത്തെ ഇസ്ലാമി വന്നു, മുജാഹിദും നരകത്തിലായി. കുറച്ചു കാലം കഴിഞ്ഞ് ചേകനൂർ മൗലവി വന്നു, സുന്നിയും മുജാഹിദും ജമാഅത്തും അത് കിടക്കുന്ന നരകത്തില്. മൂപ്പര് മാത്രം സ്വർഗത്തിൽ ഇങ്ങനെ കാലുമലക്കാലും കയറ്റി വെച്ച് ദിനേശ് വീടി മരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ നോക്കിങ്ങള്, പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാനുള്ള മാന്യത മുജാഹിദ് കാണിച്ചില്ല. മുജാഹിദിന്റെ പ്രവർത്തനം മാതൃകയാക്കി ജമാഅത്തെ ഇസ്ലാമിയും അതേ വഴിക്ക് തന്നെ നീങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം മാതൃകയാക്കി ചേകനൂർ മൗലവിയും അതേ വഴിക്ക് തന്നെ നീങ്ങി. അവസാനം എന്തുണ്ടായി? സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൂട്ടുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രബോധക സമൂഹം അവര് നരകം കൊണ്ട് നിറക്കപ്പെട്ടു. സ്വർഗമോ? സ്വർഗം ശൂന്യം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹു പടച്ചു വെച്ച സ്വർഗത്തിന് ആകാശഭൂമിയുടെ വിശാലത ഉണ്ട്. ആകാശവും ഭൂമിയും നിവർത്തി വെച്ചുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ അതിനെത്രമാത്രം വിശാലത കാണുമോ അതിലേറെ വിശാലത മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹു പടച്ച സ്വർഗത്തിനുണ്ട്. ഇത്രയും വലിയൊരു സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹു പടച്ചു വെച്ചിട്ട് അതിൽ കടക്കാൻ ഒരു കുട്ടിനെയും കിട്ടിയില്ല. കിട്ടിയ കുട്ടിനെ കാണാനുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലക്കല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാൻ മുജാഹിദ് തയ്യാറല്ല. ചോദ്യം ചോദിച്ച കുട്ടിയോട് ഞാൻ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുജാഹിദുകൾ ഒരു കത്തെഴുതി, നദ്വത്തുൽ മുജാഹിദീൻ. എന്താ കത്തെഴുതിയത്? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു വേദി രൂപീകരിക്കുന്നു. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ കത്ത്. ആ കത്തിന്റെ മറുപടിയും സമസ്തയുടെ 60ാം വാർഷിക സോവനീർ നിങ്ങൾക്ക് കാണാം. അക്കത്തയച്ചപ്പോ സമസ്ത മുഷാവറ കൂടിയിട്ട് മുജാഹിദിന് മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ ഞങ്ങളെ ക്ഷണിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികളും അവര് കാഫിറുകളാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന പക്ഷം മുസ്ലിം ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്ത കത്താണ്. ആ കത്തിന് ഇന്ന് വരെ മുജാഹിദ് മറുപടി കൊടുത്തിട്ടില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇപ്പൊ 2 സമസ്തയുണ്ടെന്ന് പറയുന്നു. ആവട്ടെ, ഈ 2 സമസ്തയും പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികൾ അവര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന ഇന്ന് വരെ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിയിട്ടില്ല. ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ മുജാഹിദ് പ്രവർത്തകരെയും അതുപോലെ നിഷ്പക്ഷം ചമയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ വിനയപുരസ്സരം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ അഹ്ലുസുന്ന മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന നാളെ പുറത്തിറങ്ങുന്ന പ്രമുഖ ദിനപത്രങ്ങളിൽ കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഉത്തരവാദിത്വത്തോടെ പ്രസിദ്ധീകരിക്കുന്ന പക്ഷം മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. സാധ്യമാണോ സുഹൃത്തുക്കളെ? പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? അപ്പോ മുസ്ലിങ്ങളാണ് അഹ്ലുസുന്ന എന്ന് സമ്മതിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയേണ്ട സലാം മുജാഹിദ് വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി പറയുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കത്തും അതിന്റെ മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. മറുപടി കൊടുത്തില്ല, കേരളത്തിലെ അഹ്ലുസുന്ന മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് കാഫിറാക്കാനാണ് മുജാഹിദുകൾ ശ്രമിച്ചത്. ഈ കത്തുകൾക്ക് ശേഷം പിന്നീട് പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ സൽസബീൽ മാസികയുടെ കോപ്പിയാണ് എന്റെ കയ്യിൽ. ഈ മാസികയിൽ കേരളത്തിലെ മുജാഹിദിന്റെ നേതാവ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും പിന്നീട് വൈസ് പ്രസിഡന്റുമായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹം എഴുതി, ശവം തിന്നുന്നത് അല്ലാഹ് ഹറാമാക്കി. ശവം തിന്നുന്നത് അല്ലാഹ് ഹറാമാക്കി. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ട് തിന്നലും അല്ലാഹ് ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതാഅതുമുഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാന്തപുരം കാഫിറാണ്, മുശ്രിക്കാണെന്ന് അള്ള പറഞ്ഞിരിക്കുന്നു. EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് അള്ള പറഞ്ഞിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നത്തെ പത്രം ഇറങ്ങിയത്. അപ്പൊ അഹ്ലുസുന്ന മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ധിക്കാരത്തിലേക്ക് കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ സഹോദരന്മാരെ വന്നു. അപ്പൊ അതുകൊണ്ട് എന്താ സലാം പറയാത്തത്, എന്താ സലാം മടക്കാത്തത് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സലാം എന്ന് പറയുന്നത് ആദർശത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനും നീയും ഒരാദർശത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും. സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ രക്ഷങ്ങളെ വേലുണ്ടാവട്ടെ എന്നുള്ള ആ ബാഹ്യമായ ഒരു പ്രാർത്ഥന മാത്രമല്ല, ഞാനും നീയും ഒരാദർശത്തിലാണ്. ആ ആദർശ ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും എന്നത്. മുജാഹിദ് എങ്ങനെയാണ് സുന്നിയോട് സലാം പറയുക? ഇനി പറഞ്ഞിങ്ങോട്ട് കൊട്ടിയാൽ തന്നെ സുന്നി എങ്ങനെ മടക്കും? മുജാഹിദിന്റെ ആദർശവും സുന്നിയുടെ ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സുന്നി മുസ്ലിമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും കേരളത്തിലെ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം അവര് സലാം പറയാ എന്ന വിഷയം ഉദിക്കുന്നില്ല. ഞാൻ എന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കാഫിറാക്കുന്നു എന്നാണ്. നിങ്ങൾ വില കാഫിറാക്കണം ആരെങ്കിലും? ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെയല്ല. സുന്നികൾ കാഫിറാണ് എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല. പിന്നെ നിങ്ങൾ പടച്ചു കെട്ടിയുണ്ടാക്കുകയാണ് ഞങ്ങളുടെ മേലിൽ. ഞങ്ങൾക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി ആരെയും കാഫിറാക്കുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല. മറിച്ച് കുഫർ എന്താണ്, ശിർക്ക് എന്താണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കും. അതിൽ നിങ്ങൾക്ക് പെടുമോന്ന് പേടിയുണ്ടെങ്കിൽ ആ പണിന്നാണ് മാറി നിൽക്കുക, അത്രയും മാറുകയുള്ളൂ.
അപ്പോൾ ഈ വിഡ്ഢിത്തം അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ തലയിൽ കെട്ടിവെക്കാനുള്ള ഔത്സുക്യം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നികൾ കാഫിറുകളാണെന്ന വിശ്വാസം മുജാഹിദുകൾക്കില്ല, അങ്ങനെ പറയുന്നില്ല. കുഫർ ഞങ്ങൾ പറയും, കുഫറിന്റെ പണി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ വരും. പിന്നെ ഇവിടെ സെൽസബിൽ വായിച്ചു, അതിന് ചുട്ട മറുപടി വസങ്കടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അവിടെ വാന്തി ഇടണോ എന്നാണ് എൻ്റെ ഉസ്താദ്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. മറുപടി വ്യക്തമായിട്ടില്ല, മറുപടി ഒരിക്കലും വ്യക്തമല്ല, മറുപടി ഒന്നുകൂടിയും വ്യക്തമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നില്ല എന്നാണ് മുജാഹിദുകൾക്ക് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് സാധാരണ മുജാഹിദുകൾ പറയാറുള്ള കളവുകളിൽപ്പെട്ട സ്ഥിരം കളവുകളാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും മുജാഹിദുകൾ ഈ കാര്യം നിഷേധിക്കാറുണ്ട്. പക്ഷേ തെളിവ് സഹിതം നമ്മൾ ആ കാര്യം മുജാഹിദുകളെ തെര്യപ്പെടുത്താറും ഉണ്ട്. ഞങ്ങളാരും സുന്നികൾ മുശ്രിക്കുകളാണ്, കാഫറുകളാണ് എന്ന് പറയാറില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ എല്ലാ വേദികളിലും ഇത് പറയും, നുണ പറയും. നോക്കൂ നിങ്ങൾ, ഞാൻ പെട്ടെന്ന് കേൾപ്പിക്കാം, ഒന്ന് വെച്ചു കൊടുത്താൽ. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മുസ്ലിം ഇന്ന ആളുകൾ കാഫർ എന്നോ മുശ്രിക്ക് എന്നോ ഇന്ന വിഭാഗം മുസ്ലിം മുശ്രിക്ക് എന്നോ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടേ ഇല്ല. മുശ്രിക്കാക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. പച്ചക്കളവാണത്. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതാണ് ഒരു തൊപ്പിട്ടിട്ടാ പറയുന്നത്. അപ്പൊ സുന്നികളെ പറ്റിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വഹാബികൾ തലമ ടവല് കെട്ടി പ്രസംഗിക്കാറുണ്ടോ? അപ്പൊ സുന്നികളുള്ള രാജ്യത്ത് ചെന്ന് ആളുകളെ വട്ടം കറക്കാൻ വേണ്ടി പറയാണ്. എന്നാ മുജാഹിദുകളോ അവര് പറയുന്നത് സുന്നി സമൂഹം മൊത്തവും മുശ്രിക്കാണ് എന്നാണ്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ തന്നെ പറയുന്നത് കാണാം, ഒന്ന് വെച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ മുജാഹിദ് പറയാറുള്ള സ്ഥിരം കളവുകളുടെ ഒരു മാറ്റർ ഉണ്ട്. അതിൽപ്പെട്ട ഒരു കളവാണ് ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, മുശ്രിക്കാക്കുന്നില്ല എന്ന് പറയുന്ന പരിപാടി. ഇത് പലപ്പോഴും കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. സഹോദരന്മാരെ നോക്കൂ, ഇത് സൽസബീലാണ്. 1998 സെപ്റ്റംബർ 20 ഇറങ്ങിയ സൽസബീൽ ആദരണീയരായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരെ കുറിച്ച് കെ ഉമർ മൗലവി എന്ന വഹാബികളുടെ നേതാവ് എഴുതി വെക്കുന്നു. അദ്ദേഹം എഴുതുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. പേരെടുത്ത് കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പറയും ഞങ്ങൾ ആരെയും കാഫിറാക്കിയിട്ടില്ല എന്ന്. നുണക്ക് വല്ല തസ്കരശ്രീ എന്തോരു അവാർഡ് പറഞ്ഞല്ലോ, അത് കൊടുക്കുകയാണെങ്കിൽ വഹാബികൾക്ക് കൊടുക്കണം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത് കാഫിറാണ് ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന് ഉളുപ്പില്ലാതെ മുജാഹിദുകൾ എഴുതി വെച്ചിരിക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പോരാളി, വഹാബികളുടെ പേടി സ്വപ്നമായിരുന്ന ആദരണീയരായ ശൈഖുന മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. അവരെ പച്ചയായി കാഫിറാക്കിയ വർഗമാണ് ഈ കേരളക്കരയിൽ ബിദഅകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച വർഗമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ച രേഖകള് അത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അഭിപ്രായമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് ചില വ്യക്തികൾ അങ്ങനെ പ്രസംഗിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ കൗമൊന്നും അടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആദർശം സംസാരിക്കുന്ന വേദിയാണ്. നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കൂവിയാൽ വിഷയം സംസാരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് ഇവിടെ പറയാനുള്ള മറ്റൊരു ആരോപണം, അവർ അള്ളാഹുവിന് കൈയുണ്ടെന്നും കാലുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. വളരെ പരിഹാസ്യ രൂപേണയാണ് ഇവിടെയുള്ള സുന്നികൾ അവരെ കുറിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്.
എനിക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതിനെ പരിഹസിക്കേണ്ട സംഗതിയല്ല. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അസമാവാതു മത്വിയാത്തും ബിയമീനിഹി എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ യദുല്ലാഹി ഫൗക ഐദിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യദ് എന്നും യമീന് എന്നൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത്. അത് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞതുപോലെ പറയണമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യദ് എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കൈയുണ്ട് മുജാഹിദുകൾ പറയുന്നത്. നിങ്ങളെ പോലത്തെ കൈയുണ്ട് എന്ന് മുജാഹിദുകൾ പറയണമെന്നില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ആ വിഷയത്തിൽ ആക്ഷേപിക്കേണ്ടതില്ല. സുന്നി നിലപാട് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. മുജാഹിദുകളുടെ ആദർശത്തെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ടതില്ല. മുജാഹിദിന്റെ സംസ്ഥാന സ്ഥാപക നേതാവ് KM മൗലവി നൽകിയ ഫത്വയാണ് അൽമനാറിൽ, പുസ്തകം 2, ലക്കം 19-20, 952 ജനുവരി 20 ഇറങ്ങിയ അൽമനാറിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിന് രൂപമുണ്ടെന്നോ ജഡമുണ്ടെന്നോ രൂപമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ മുതലായ വല്ല വിശ്വാസവും വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദി ആകുന്നു, കാഫിറായ മുബ്തദി ആകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫത്വ നൽകിയതാണ്. അത് മനുഷ്യരെ പോലെയുള്ള രൂപം, മനുഷ്യരെ പോലോത്ത ഭാഗം, ജഡം എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. വെറുതെ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. മുജാഹിദ് അവരുടെ അൽമനാറിൽ നൽകിയ ഫത്വയാണ് ഈ ഫത്വ. ഈ ഫത്വയുടെ അടിസ്ഥാനത്തിൽ ഇക്കാലത്തെ മുജാഹിദുകളുടെ വിശ്വാസവും ആദർശവും എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. അതിൽ പറഞ്ഞത് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും വിശ്വാസമാണ്. ജഡമുണ്ട് എന്ന വിശ്വാസം ലോകത്തെ മുസ്ലിങ്ങൾക്കില്ല. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് യദുണ്ട് എന്ന്. ഈ കൈ എന്ന പ്രയോഗം അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചതാണ്. അത് എങ്ങനത്തെ കൈ എന്ന് നിങ്ങൾ രൂപപ്പെടുത്തേണ്ടതില്ല എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യദുണ്ട് എന്ന്, കൈയുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ മുജാഹിദുകൾ പറയുന്നു, അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ ജഡമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലായിരിക്കണമെന്നില്ല ഖുർആനിൽ പറയുന്നത്. അല്ലാഹു കൈയുണ്ട് എന്ന് ഖുർആനിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഞങ്ങളത് മുജാഹിദുകൾ അത് പറയുന്നു. ആ ഒരു കാര്യം ലോകത്ത് എവിടത്തും ഞങ്ങൾ പറയാൻ തയ്യാറുമാണ്. എവിടുന്ന് ഇപ്പൊ ഈ കയ്യും കാലും ഇറങ്ങിയെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ സലാം പറയുന്നല്ലേ വന്നത്, സലാം പറഞ്ഞ് കാഫിറാക്കി ആകൂടെ അതിന്റെ അടുക്ക് പിന്നെ കയ്യും കാലും ചാടുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ചോദിക്കുന്ന ആളെ എനിക്കറിയില്ല, അയാൾ മുജാഹിദാണോ ജമാഅത്താണോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടാൽ ഖുർആൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഒരു വട്ടം പാരായണം ചെയ്തുകൊണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ഈ ഖുർആൻ ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അർത്ഥസഹിതം മനസ്സിലാക്കുകയോ ചെയ്യാൻ പോലും പ്രായമായിട്ടില്ലാത്ത ഒരാൾ, ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കൽ അതിനുള്ള പ്രായമായിട്ടില്ല, അതിനു പോലും പ്രായമാകാത്ത ഒരാൾ അള്ളാന്റെ കയ്യിനെയും കാലിനെയും അള്ളാന്റെ ചന്തിനെയും ഒക്കെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അത്തരം സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ അത് സംബന്ധിച്ച കാഴ്ചപ്പാട് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയാം. പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല വജ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ ഹദീസുകളിലും കാണാം. ഇത്തരം പ്രയോഗങ്ങൾക്ക് പരസ്യമായ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം നൽകാൻ പാടില്ല. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹു. എല്ലാ സാധനവും എല്ലാ ഭാഗവും നശിക്കും, എല്ലാ വസ്തുക്കളും നശിക്കും, അള്ളാഹുവിന്റെ മുഖമൊഴിച്ച് എന്ന് പറയണം ഇവരുടെ അർത്ഥപ്രകാരം. വജ്ഹിന് അർത്ഥം പറഞ്ഞാൽ അള്ളാന്റെ മുഖം ഒഴിച്ച്. അപ്പൊ അള്ളാന്റെ കാലിങ്ങനെ ദ്രവിച്ച് പോയി, പിന്നെ അങ്ങോട്ട് തുടമ്പക്കെത്തി. മറ്റേ ആ രോഗികളുണ്ടല്ലോ, ഒരു തരം രോഗികൾ, അങ്ങനെ ആ കാലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോയി. കാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കേന്ദ്രപ്രദേശമുണ്ട്, അതൊക്കെ പോയി. അങ്ങനെ ദ്രവിച്ച് കഴുത്തും പോകാൻ, പിന്നെ അവസാനം ഈ മുഖം മാത്രം ഇങ്ങനെ അവശേഷിക്കും എന്ന് പറയേണ്ടി വരും ഈ അർത്ഥപ്രകാരം. അഹ്ലുസുന്നയുടെ പ്രബോധന കേന്ദ്രങ്ങളിലോ പ്രബോധന പരിപാടികളിലോ ആ വിഷയം മുന്നിട്ടിറങ്ങി ചർച്ച ചെയ്യാറില്ല. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിമർശനങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്ന് മാത്രം. അപ്പൊ അഹ്ലുസുന്ന ഈ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുന്ന നിലപാട്? ഖുർആനിലും സുന്നത്തിലും വന്ന ഇത്തരം വിശേഷണങ്ങൾ ഹക്കാണ്, അത് സത്യമാണ്.
പക്ഷേ അത് എങ്ങനെ എന്ന് അറിയാനോ വിശദീകരിക്കാനോ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല, നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളുടെ പിന്നിൽ നാം പോകേണ്ടതില്ല. മുഖം, കയ്യ്, കാല് എന്നൊക്കെ ഇത്തരം പദങ്ങൾക്ക് അർത്ഥം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന പ്രയോഗങ്ങൾ സാങ്കേതിക പ്രയോഗങ്ങളാണ്. അത് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ്, ഹദീസിന്റെ പ്രത്യേകമായ ശൈലിയാണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളെ മുത്തശാബിഹാത്തിനെ മുത്തശാബിഹാത്തായി തന്നെ കാണുകയും അല്ലാത്തവയെ മുഹ്കമാത്തായി കണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയുമാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയകമായ ചോദ്യങ്ങൾ ഇനി അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നു. കാരണം ഈ ചാലിയത്തുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാന്റെ കൈക്കെത്രയാണ് നീളം, അള്ളാന്റെ ചന്തിന്റെ വട്ടെത്ര, ഈ വിഷയത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തർക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മൗലവിമാരെ കൊണ്ടുവരും. നിങ്ങളെ മൗലവിമാരുണ്ടല്ലോ ഇങ്ങനെ പിന്നെ ഡോക്ടറാണ് വൈദ്യരാണെന്നൊക്കെ പറഞ്ഞ് നടക്കണേ, ആ മൗലവിമാരെ കൊടുത്തിട്ട് ഒരു പക്ഷത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇരിക്കട്ടെ, മറുപക്ഷത്ത് ഇവരുടെ ആലിമീങ്ങൾ ഇരിക്കട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യട്ടെ. അല്ലാതെ സാധാരണക്കാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയുമില്ലാത്തത് കൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ആ ചോദ്യകർത്താവിനോട് ആവശ്യപ്പെടുന്നു. മറ്റു വിഷയങ്ങൾ, തർക്ക വിഷയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയെ സംബന്ധിച്ചാണ്. സുന്നികൾ പറയുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അതേപോലെ തന്നെ മമ്പുറത്തും പുത്തമ്പള്ളിയിലും മടവൂരിലും കിടത്തിയിട്ടിരിക്കുന്ന ആളുകളോട് പോയി അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലത്തെ സഹായം നമുക്ക് ചോദിക്കാം. മുജാഹിദ് വിഭാഗം പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുകയില്ല എന്ന്. എനിക്ക് മനസ്സിലാകുന്നത് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും മുജാഹിദ് പക്ഷത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരോടൊപ്പമാണ് ഖുർആനും സുന്നത്തും നിൽക്കുന്നത്. വിശുദ്ധമായ ഖുർആനു ഷരീഫ് വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് പറയുകയാണ്, ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല, ഇനി അവർ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതൊക്കെ മുജാഹിദ് വിഭാഗത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ പറയുന്ന നിലപാടാണ് ശരി. മറിച്ച് സുന്നികൾ മുജാഹിദ് വിഭാഗത്തെ വിമർശിക്കുകയും അതേപോലെ തന്നെ പച്ചക്കള്ളം സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പറഞ്ഞ് പരത്തുകയാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ, അമ്പിയാക്കൾ ഔലിയാക്കളോടൊക്കെ സഹായം ചോദിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞെടുത്ത് ചെറിയൊരു തകരാറുണ്ട്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല മുജാഹിദുകൾ, അവരിപ്പോ ജിന്നുകളോടും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ഇല്ല, ഇപ്പൊ പുതിയതായിട്ട് അങ്ങനെ ഉണ്ട്. തൗഹീദിൽ ഇപ്പൊ അങ്ങനെ ഒന്നുണ്ട്. ജിന്നുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല, അതുപോലെ മലക്കുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല. തൗഹീദിന്റെ നിർവചനമൊക്കെ മറിഞ്ഞല്ലോ, ഒക്കെ മാറി മറിഞ്ഞല്ലോ. പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ നിർവചനം മറിഞ്ഞു. ഇബാദത്തിന്റെ നിർവചനം മുമ്പ് പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായമർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായാർത്ഥന പാടില്ല എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്ന നിർവചനം. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിർവചനം മാറി. അതെന്താ പുതിയ നിർവചനം? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കലാണ് ശിർക്ക്. അപ്പൊ മനുഷ്യ കഴിവ് മാറി സൃഷ്ടികളുടെ കഴിവാകാൻ കാരണം എന്താ? ജിന്നിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, പിശാചിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, മലക്കുകളുടെ സഹായം കിട്ടിയാൽ തിരക്കടില്ല എന്നൊക്കെ മുജാഹിദ് മൗലവിമാർക്ക് തോന്നിയപ്പോഴാണ് ഈ നിർവചനം മനുഷ്യ കഴിവ് എന്നത് മാറി സൃഷ്ടികളുടെ കഴിവ് എന്നതിലേക്ക് വ്യാപിച്ചത്. അപ്പൊ ചോദ്യത്തിൽ അത്തിരുത്ത് വരുത്തണം. എല്ലാ സൃഷ്ടികളോടും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പറയുന്നില്ല. മുജാഹിദ് പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖിനോട് പറ്റൂല,
റിഫായി ശേഖനോടും പറ്റൂല, ഒമ്പർത്ത തങ്ങളോട് പറ്റൂല, ബദരീങ്ങളോട് പറ്റൂല, അതൊന്നും പറ്റൂല. പിന്നെ നമ്മളെ ഇഫ്രീത്ത് ജിന്നിനോട് പറ്റും, ജിന്നിനോട് പറ്റും, മലക്കിനോട് പറ്റും എന്ന കാഴ്ചപ്പാടിൽ SYSന്റെയും SSFന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിലെ മുജാഹിദ് മൗലവിമാരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്ന് വിനയപുരസ്സരം പറയുവാൻ കേരളത്തിലെ മുജാഹിദുകൾ ഞങ്ങളെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രബോധനത്തിന്റെ നേട്ടം തന്നെയാണ്. അപ്പൊ അതൊന്ന് ഒരു തിരുത്തുണ്ട്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഖുർആനും സുന്നത്തൊക്കെ മുജാഹിദിന്റെ ഒപ്പാണ്. ഖുർആനും സുന്നത്തൊക്കെ മുജാഹിദിന്റെ കൂടെയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെയാണ്. അവിടെ എനിക്ക് ചെറിയൊരു സംശയം. 1920കളിലാണല്ലോ മുജാഹിദ് വന്നത്. അതിന്റെ മുമ്പ് ഖുർആൻ ആരോപ്പേനി എനിക്ക് തിരിയണില്ല. 920ലാണല്ലോ മുജാഹിദ് വന്നത് അല്ലെ കേരളത്തില്. അതേപോലെ ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വലിയ വഴക്കമില്ല. അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് വർഷങ്ങൾ. അപ്പൊ അവര് വരുന്നത് വരെ ഖുർആൻ ആരോപ്പായിരുന്നു, സുന്നത്തൊപ്പായിരുന്നു, സുന്നത്ത് ആരോപ്പായിരുന്നു. ഈ മുജാഹിദും ജമാഅത്തും വരുന്നതിന് മുമ്പ് ഖുർആൻ ആരുടെ കൂടെയായിരുന്നു, സുന്നത്ത് ആരുടെ കൂടെയായിരുന്നു? അവരെ കൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും. മനസ്സിലായോ? അന്ന് ഖുർആനും സുന്നത്തും ആരുടെ കൂടെയായിരുന്നോ അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും. അന്ന് അഹ്ലുസുന്നന്റെ കൂടെയായിരുന്നു. കാരണം എന്തേ? അഹ്ലുസുന്ന എന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ അഹ്ലുസുന്നയാണ്. കാരണം എന്തേ? അഹ്ലുസുന്നയോടൊപ്പമാണ് അന്ന് ഖുർആൻ നിന്നത്, അന്ന് സുന്നത്ത് നിന്നത്. ഇനി പിന്നെ ഇസ്തിഗാസയുടെ കാര്യം എത്രയായി സുഹൃത്തുക്കളെ വിശദീകരിക്കുന്നു. എത്ര മുഖാമുഖങ്ങളിൽ, ഇവിടെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങളിൽ, ഒരുപാട് പ്രഭാഷണ വേദികളിൽ പറഞ്ഞതാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്തിഗാസ ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ് ചോദ്യത്തിൽ സൂചിപ്പിച്ചത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. എല്ലാ സ്റ്റേജിലും മുജാഹിദ് ഓതുന്ന ആയത്തന്നെ. അവരോട് നിങ്ങളെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേട്ടാൽ തന്നെ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവരതിന് ഉത്തരം ചെയ്യുകയില്ല. ആരാണ് ഈ അവര്? ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ. ആരെ വിളിച്ചാൽ? ജലാലൈനി തൊട്ട് ചെറുതും വലുതുമായ മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളിലും കാണാം ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഐ അൽ അസുനാമ, ബിംബങ്ങളെ. ബിംബങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ബിംബങ്ങൾ ഉത്തരം നൽകുകയില്ല. ശരിയാണല്ലോ. ബിംബം എന്ന് പറഞ്ഞാൽ കല്ലല്ലേ? കല്ലുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. മരക്കഷ്ണമുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അപ്പോൾ ബിംബങ്ങളും കല്ലുകളും, ആ ബിംബങ്ങളെയോ കല്ലുകളെയോ നിങ്ങൾ വിളിച്ചാൽ ആ ബിംബങ്ങളും കല്ലുകളും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇത് ഖുർആൻ പറഞ്ഞു. ശരിയാണത്, നമ്മളും സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ ബിംബാരാധന നടത്തുന്നത് ശിർക്കാണെന്നും തൗഹീദിന് വിരുദ്ധമാണെന്നും തെറ്റാണെന്നും നമ്മൾ പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് ആ ആയത്ത് മാത്രമല്ല, അതുപോലെ കേരളത്തിലെ മുജാഹിദുകൾ ഇസ്തിഗാസക്കെതിരെ ഓതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആയത്തുകളുടെയും സ്ഥിതി അതാണ്. മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരൊറ്റ ആയത്തോ ഒരു ഹദീസോ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 80 കൊല്ലക്കാലമായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, പരിസരത്ത് ആർക്കും വരാം. അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ അത് അവർക്കുള്ള ആരാധനയാണ്, ആരാധനയായതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഖുർആൻ വാക്യമോ ഹദീസ് വാക്യമോ ഉദ്ധരിക്കുവാൻ ആർക്കാണ് സുഹൃത്തുക്കളെ സാധിക്കുക? ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ സുന്നികൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആശയമാണ്. അത് കേരളത്തിലെ സുന്നികൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ട് മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്ന പണ്ഡിതന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളും നേതാക്കളും എന്നും എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർത്ത് വന്ന ആശയമാണ്. അതേസമയം കേരളത്തിലെ മുജാഹിദുകൾ ഇപ്പോൾ ചെയ്ത തന്ത്രം എന്താണ്? അവര് ഇസ്തിഗാസയെ ഇബാദത്തായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസയെ
ഇബാദത്തായി വേഷം കെട്ടിച്ചു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇസ്തിഗാസയെ പ്രാർത്ഥനയായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസക്ക് പ്രാർത്ഥനയുടെ വേഷം കെട്ടിക്കൊടുത്തു. എന്നിട്ടൊരു മൗലവി സാഹിബ് അടുത്ത കാലത്ത് പറഞ്ഞത്, അദ്ദേഹം ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകല്ല, അങ്ങനെ ആകുമ്പോ ഇപ്പൊ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ചോദ്യം ചെറുതാണ്, ഉത്തരം വലുതാണ്. അത് സ്വാഭാവികമാണ്. ചോദ്യം എപ്പോഴും ചെറുതായിരിക്കും, ഉത്തരം വലുതായിരിക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ദർസിൽ പരീക്ഷയ്ക്ക് പോയാൽ ചോദ്യം എത്ര പേജാ ഉണ്ടാകുക? 1 പേജ് അല്ലെങ്കിൽ 1/2 പേജ്. ഉത്തരം എത്ര പായക്കടലാസാ? അപ്പൊ അതങ്ങനെ തന്നെയാണ്. ഉത്തരം വലുതായിരിക്കും, ചോദ്യം ചെറുതായിരിക്കും. അതതിന്റെ സ്വഭാവമാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇസ്തിഗാസ എന്നതിന് പ്രാർത്ഥനയുടെ വേഷം കെട്ടിച്ചു. എന്നിട്ട് പ്രാർത്ഥനക്കൊരു നിർവചനം പറഞ്ഞു, ഇബാദത്തിനൊരു നിർവചനം പറഞ്ഞു. ഇബാദത്തിന് ഒരു മൗലവി നിർവചനം പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. എവിടേക്ക് അറിയോ? താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവുക്ക്. താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവുക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇബാദത്തിന് നിർവചനം പറഞ്ഞു. എന്താ ഇബാദത്തിന്റെ നിർവചനം? അഖ്സ്വാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി, പരമമായ വണക്കം, പരമമായ താഴ്മ. ഇതാണല്ലോ എല്ലാവരും സമ്മതിക്കുന്നതാണ്, മുജാഹിദും ജമാഅത്തും സുന്നി. പരമമായ വണക്കം, അങ്ങേ അറ്റത്തെ വണക്കം, അങ്ങേ അറ്റത്തെ താഴ്മ, അതാണ് ഇബാദത്ത്. അപ്പൊ ഇദ്ദേഹം നമ്മളെ വിളിച്ചു. ഈ അങ്ങേ അറ്റത്തെ വണക്കവും താഴ്മയും കാണണമെങ്കിൽ ഇബാദത്തിന്റെ ആ നിർവചനവും കയ്യിൽ പിടിച്ച് നിങ്ങൾ താമരശ്ശേരി ചുരത്തിലേക്ക് വരൂ. താമരശ്ശേരി ചുരത്തിലൂടെ നജീബ് വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് 1ാം വളവ് കഴിഞ്ഞു, 2ാം വളവ് കഴിഞ്ഞു, 3ാം വളവ് കഴിഞ്ഞു. 6ാം വളവിലെത്തിയപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പോയി. താമരശ്ശേരി ചുരം കണ്ടോൽക്കറിയാ ഇടങ്ങേറ്. 6ാം വളവിലെത്തിയിട്ട് വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയാൽ അവിടെ വെച്ചിട്ട് അല്ലാഹുവേ എന്ന് വിളിച്ചാൽ അവൻ തൗഹീദായി, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനായി. അത് അള്ളാഹ്ക്കുള്ള ഇബാദത്തായി. അല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്തായി. 6ാം വളവിൽ വെച്ചിട്ട് ബദരീങ്ങളെ എന്ന് വിളിച്ചാലോ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്താണ്. കാരണം 6ാം വളവിന്റെ മുകളിൽ വണ്ടിന്റെ ബ്രേക്ക് പോയാൽ പിന്നെ കൊക്കയാണ് അങ്ങോട്ട് അടിക്ക് ആഴത്തിന്റെ ആഴ. അപ്പൊ അവിടേക്ക് ആ വണ്ടിയാണ് പോകുമ്പോ അത്രയും വലിയ അതിലേറൊരു പേടിഞ്ഞു വരാല്ല. താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവിൽ നിന്ന് കാറിന്റെ ബ്രേക്ക് പോകുന്നതിനേക്കാൾ ഒരു ഭയം ഇനി വരാനില്ല. ആ ഭയത്തിന്റെ സമയത്ത് അള്ളാഹാണോ വിളിക്കുന്നത് എങ്കിൽ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അവിടെ ബദരീങ്ങളെന്നാണോ വിളിക്കുന്നത് എന്നാൽ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്ത്. ഓ, എന്തൊരു ചൊങ്കുണ്ട് കേൾക്കാന്. അപ്പൊ 5ാം വളവെന്നാ ബ്രേക്ക് വിളിച്ചാലോ? അവിടുന്ന് അള്ളാഹാനെ വിളിച്ചാലോ? ബ്രേക്ക് പോയത് 5ാം വളവെന്നാ. അപ്പൊ അള്ളാഹാനെ വിളിച്ചാൽ ഇബാദത്താവൂലേ? മനസ്സിലായില്ല. 5ാം വളവെന്നാണ് ബ്രേക്ക് പോയത്. അല്ലെങ്കിൽ പോകട്ടെ 1ാം വളവെന്നാ പോയത്, സമനിരപ്പാ. 1ാം വളവിൽ നിന്ന് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. മുജാഹിദിന്റെ ഈ നിർവചന പ്രകാരം 1ാം വളവിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട ഡ്രൈവർ നജീബ്, അദ്ദേഹം ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ശിർക്കാവില്ല എന്ന് വരില്ലേ? കാരണം 1ാം വളവെന്നാണ്. ശിർക്കാണെങ്കിൽ എവിടേക്ക് വരണം? 2 മതിയോ? പറ്റൂല. 3 മതിയോ? പറ്റൂല. 4 മതിയോ? പറ്റൂല. 5 മതിയോ? പറ്റൂല. 6ാം വളവിൽ എത്തണം. എത്തിയാ പോരാ, ബ്രേക്ക് പൊട്ടണം. പൊട്ടിയാ പോരാ, വണ്ടി കുത്തി മറിയണം. അപ്പ വിളിക്കണം അല്ലാഹനെ, അപ്പോഴേ തൗഹീദാവുള്ളൂ. അപ്പ വിളിച്ചാ ബദരീങ്ങളെ വിളിച്ചാ എന്താകും? ശിർക്കാവും. ഈ നിർവചനം എവിടെ പറഞ്ഞതാ? ഇത് പറഞ്ഞത് ഏതെങ്കിലും ഒരു ചെറിയ മൗലവിയാണെന്ന് കരുതണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഈ പുസ്തകം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം മുജാഹിദ് സെന്റർ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി പറഞ്ഞ നിർവചനമാണിത്. ആ നിർവചനത്തിൽ പറയുന്നത് താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവിൽ എത്തിയിട്ട് വിളിച്ചെങ്കിലേ എന്താവുള്ളൂ? ശിർക്കാവുള്ളൂ, തൗഹീദ്. ഇത് ഈ ഖുർആനിലുള്ള നല്ല സുഹൃത്തുക്കളെ, ഈ സാധുവിനൊരു അബദ്ധം പറ്റി. അതെന്താ? അഖ്സ്വാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി എന്ന് പറഞ്ഞ ഈ പരമമായ വണക്കവും പരമമായ താഴ്മയുണ്ടല്ലോ, അത് മനുഷ്യന്റെ ബാഹ്യ ശരീരത്തിന്റെ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ബാഹ്യമായ അവന്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് ഈ ഭയം എന്ന് ഈ സാധു തെറ്റിദ്ധരിച്ചു. സുഹൃത്തുക്കളെ, ഇബാദത്തിന്റെ നിർവചനത്തിൽ പറയുന്ന ഭയം അതല്ല. ഇബാദത്തിന്റെ നിർവചനത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇഴ്തിദാലിൽ നിൽക്കുക. ഇഴ്തിദാലിൽ നിൽക്കുക, സമയ അല്ലാഹു ലിമൻ ഹമിദ, ഇങ്ങനെ നിൽക്കുക. കുനിയണില്ല, തല കുത്തണില്ല, കുമ്പിടുന്നില്ല, ഒന്നും ചെയ്യണില്ല, നമ്മളിങ്ങനെ നിൽക്കുക. ഇത് ഇബാദത്തല്ലേ? ഈ ഇഴ്തിദാലുള്ള ഈ നൃത്തം ഇബാദത്താണ്.
എന്താ ഇബാദത്ത്? അങ്ങനെ പേടിണ്ടോ, ഭയണ്ടോ? ഇയാൾ പറഞ്ഞ താമരശ്ശേരി ചുരത്തിലാ, അല്ല പള്ളി ചാലിയമ്പള്ളിന്റെ ഉള്ളിലല്ലേ? എന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് ഇബാദത്താവുന്നു. കാരണം എന്താ? മനസ്സിൽ തോന്നുന്ന പേടിയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചേഷ്ടകളോ നോക്കിക്കൊണ്ടല്ല ഇബാദത്തിന്റെ പരമമായ അവസ്ഥ തീരുമാനിക്കപ്പെടുന്നത്, ഭയത്തിന്റെ പരമമായ അവസ്ഥ തീരുമാനിക്കപ്പെടുന്നത്. മറിച്ച് നിങ്ങൾ വണങ്ങുന്ന ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസമുണ്ട്, അതാണ് വിഷയം. നിങ്ങളുടെ വിശ്വാസമുണ്ട്. ഇത്തിതല്ല നിൽക്കുന്നത്, പക്ഷെ പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇബാദത്തായത്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന വിശ്വാസത്തോടെ ആകുമ്പോൾ അത് ഇബാദത്താണ്. അതേസമയത്ത് അതേ നൃത്തം തന്നെ പടപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, മമ്പറന്തങ്ങളുടെ മുമ്പിലാണ്, അല്ലെ മുഹിയുദ്ദീൻ ശേഖിന്റെ മുമ്പിലാണ്, ഇബാദത്തല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി സുഹൃത്തുക്കളെ മുജാഹിദുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ കുട്ടികളുടെ ഈ വിശദീകരണവുമായി കേരള നദുവത്തുൽ മുജാഹിദീൻ പോലും രംഗത്ത് വരാനുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടിയുടെ രത്നചുരുക്കം, പരിശുദ്ധ ഖുർആൻ ഇസ്തിഗാസ എതിർക്കുന്ന മുജാഹിദിന്റെ പക്ഷത്താണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. 920 മുജാഹിദ് വന്നത്. 920 മുമ്പും ഖുർആൻ ഉണ്ട്. അന്ന് ഖുർആൻ ആരുടെ പക്ഷത്തായിരുന്നു? അവരുടെ പക്ഷത്ത് തന്നെയാണ് ഇപ്പോഴും ഖുർആൻ ഉള്ളത്. 920 ശേഷം നിങ്ങൾ വന്നിട്ട് വളച്ചു കെട്ടി അങ്ങോട്ട് പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഖുർആനെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഉദാഹരണമായി ഓതിക്കേൾപ്പിച്ച ഒരു ആയത്തുണ്ട്, സമാനമായ ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലൊക്കെ പറയുന്നത് അബൂജഹൽ ഉൾപ്പെടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ബിംബാരാധനയെ കുറിച്ചാണ്. ആ ബിംബാരാധന ശിർക്കാണ്, കുഫ്റാണ്. ബിംബത്തെ വിളിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല, ബിംബത്തിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളാണ് ഖുർആൻ അത്തരം ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. വിഷയത്തിന്റെ മറുപടി വയനാട് ചുരമൊക്കെ എത്തിയെന്നല്ലാതെ മറുപടി ആയിട്ടില്ല. പിന്നെ മുജാഹിദ് വിഭാഗം ജിന്നുകളോട് സഹായം ചോദിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. അത് ഏത് മുജാഹിദിന്റെ മൗലവിയാണ് ജിന്നുകളോട് സഹായം ചോദിച്ചതെന്ന് ഇവിടെ തെളിയിക്കണം. അതല്ലെങ്കിൽ ആ വാദം പിൻവലിക്കണം. രണ്ടാലൊന്ന് തീരുമാനം കാണണം. അതിന്റെ പുറമെ തഫ്സീർ, ഞാൻ ഓതിയ ഇന്ദദൂഹും എന്ന ആയത്തിനെ കുറിച്ച് തഫ്സീർ ഖുർത്തുബി എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കും വേണം. ആ ഖുർത്തുബികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം, ഇല്ല ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. എന്താന്ന് വിശദീകരിച്ചു തരാം. വിശദീകരിക്കേണ്ടത് ആദ്യം ഓരോന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു തരാം. അതായത് ഇന്ദദൂഹും എന്ന ആയത്തിനെ കുറിച്ച് ഖുർത്തുബി എന്താണ് പറഞ്ഞത്? ഖുർത്തുബി പറഞ്ഞത് രണ്ടർത്ഥമാണ്. ഒന്നാമത്തത് ജമാദാത്തുകളെ വിളിച്ചാൽ ഉത്തരം ചെയ്യൂല. രണ്ടാമത് പറഞ്ഞത് സുമ്മ യജൂസു അൻ യർജിഅ ദമീറു ഇലൽ മഅബൂദീന, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ എന്നും ഉദ്ദേശിക്കാം. അത് ജീവനുള്ള ആരാധ്യ വസ്തുക്കളാവാം, ജീവനില്ലാത്ത ആരാധ്യ വസ്തുക്കളാവാം. ജീവനുള്ള ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ ആരാധിച്ചവരുണ്ടായിരുന്നു, അതുപോലെ മലക്കുകളെ ആരാധിച്ചവരുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി തന്നെ എടുത്ത് പരിശോധിച്ചാൽ കാണാം, മലക്കുകൾ ആരാധിച്ചിരുന്ന ആളുകൾ അൽ മലായികത്തു ബനാത്തുല്ലാ, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ടായിരുന്നു. അവരെ കുറിച്ചുമാവാം. അതുപോലെ തന്നെ അമ്പിയാക്കളിൽപ്പെട്ട പലരെയും, ഉദാഹരണം ഈസാ നബി ആരാധിച്ചവരുണ്ടായിരുന്നു, ഉസൈർ നബി ആരാധിച്ചവരുണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറാ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാകുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ അള്ളാഹുവിന്റെ പുത്രനാകുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഭാവനയിൽ ഇവരൊക്കെ ആ ദൈവപുത്രന്മാരാണ്, ആരാധ്യ വസ്തുക്കളാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആരാധിക്കുന്നവരെ കുറിച്ചും ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്നാണ് ഖുർത്തുബി പറഞ്ഞത്. ചോദിച്ചോളി. മലക്കുകളും ജിന്നുകളും അതിൽ പെടുന്നവരുണ്ടല്ലോ. ഒക്കെ പെട്ടു, രണ്ടും പെട്ടു. ഞാൻ ജീവനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ മനുഷ്യന്മാരും ഒക്കെ പെട്ടു, ആട്ടെങ്കിലും പെട്ടു. ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിനാണ്. അതിന് നബിമാരും മലക്കുകളും എല്ലാവരും പെട്ടു. അവർക്കൊക്കെ ആര് ആരാധിക്കുന്നുണ്ടോ, ആരാധ്യ വസ്തുക്കളായി ഏത് വസ്തുവിനെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏത് വസ്തുവിനെ ആരാധിച്ചാലും ആ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടു. അതൊക്കെ ആ ഖുർആനിക സൂക്തത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശിർക്കാണ്, പാടില്ലാത്തതാണ്. അടുത്തതെന്താ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. ചോദിക്കാം. മുജാഹിദ് വിഭാഗം ജിന്നുകളോടും സഹായം
സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. പറഞ്ഞു ഒരുപാട് ഇപ്പോഴും അതെവിടെ തെളിയിക്കണം. അത് ഇസ്ലാമിക് മാസികയിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇസ്ലാമിക് മാസികയിൽ ഏപ്രിൽ മെയ് ഇപ്പോൾ എല്ലാ തൊള്ളപടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം കാണിക്കണം. എല്ലാ ലക്കത്തിലും അത് തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ സംശയമുള്ളൂ, മുജാഹിദുകൾക്ക് വരെ അതിൽ സംശയം. ഞങ്ങൾ ഇവിടുന്ന് വരുന്നത് മുജാഹിദുകൾ പറഞ്ഞ ഒരാൾ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിജനമായ സ്ഥലത്തൂടെ പോവുകയാണ്. അപ്പൊ അവൻ അള്ളാഹുവിന്റെ അടിയാക്കന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ, അഴീരൂരി എന്നെ സഹായിക്കണമേ, അവിടെ മുമ്പിൽ വല്ല ജിന്നുകളും ഉണ്ടാകും എന്ന് കരുതി സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാ മുജാഹിദ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മുജാഹിദുകളുമായുള്ള സംവാദത്തിൽ ഞങ്ങൾ മണ്ണാർക്കാട് വെച്ചും മറ്റുമൊക്കെ സംവദിച്ചപ്പോ പറഞ്ഞത് അത് പാടില്ലാത്തതാകുന്നു, തൗഹീദിന് വിരുദ്ധമാകുന്നു എന്നാ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മൗലവിമാർ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൗഹീദാകുന്നു എന്നുമാണ്. മണ്ണാർക്കാട് കാസറ്റ് ഒക്കെ ഞങ്ങൾ കണ്ടതിന്. പക്ഷേ ഇവിടെ പറഞ്ഞ വിഷയം തെളിയിക്കണം. അതിനൊന്നും പ്രശ്നമില്ല. അടിച്ചിട്ട് കാര്യമില്ല, കാണണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതൊക്കെ വേഗം പറയാം. അടുത്ത ചോദ്യം ചോദിക്കുന്ന നേരം കളയില്ല. ഇപ്പൊ പറഞ്ഞുതരാം, അതൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അടുത്ത ചോദ്യം സമയം അത്രയും കളയണ്ട. ഇപ്പൊ ബാഗ് എടുക്കുക സലാഹി കാണിച്ചു തന്നുപോകണം. അല്ലല്ല, അതിന് വേണ്ടി സമയം നമുക്ക് സമയം അധികം. ഞങ്ങൾ കൂടുതൽ സംസാരിക്കാതെ മൈക്ക് കൊടുക്കും. ചോദ്യം സമയം നേരം കൊണ്ട് പെർമിഷൻ കുറച്ചുള്ളൂ. അതാണ് സമയം നേരം കൂടുതൽ സമയം അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ പെർമിഷൻ ഇവിടെ കുറച്ച് സമയമുള്ളൂ. മൈക്കാണ് കൊടുക്കും. നിങ്ങൾക്ക് ഇല്ല ഇത് ഞാൻ കാണിച്ചു തരാട്ടോ. അടുത്ത സമയം കളഞ്ഞു പറഞ്ഞത് തന്നെയാണ്. അതിനൊന്നും സംശയമില്ല. ഇപ്പൊ തന്നെ കാണിക്കും. നിങ്ങൾ അടുത്ത ചോദ്യം നേരം കളയൽ. നിങ്ങൾ കുതിരളിച്ച സമയമില്ല, അതുകൊണ്ടാണ്. അതിനൊന്നും വേണ്ടി സമയം കളയുന്നത്. ഒരു വലിയ ചോദിക്കും. അയാള് സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല, ചാലിയത്തില്ല എന്ന് ഉദാഹരണം വെക്കുക. അതെ, അയാള് മരിച്ചു. മരിച്ച സമയത്ത് അയാളെ കബറടക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ വരുന്നത്. ഇവിടെ കേരളത്തിൽ സന്ദർശനത്തിന് എത്തിക്കുകയാണ്. അയാൾ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവിടെയുള്ള ഖുറാഫികൾ പറയണേ ഇതൊരു വലിയാണ്, ഇയാൾ സഹായം ചോദിച്ചോളിയും, അള്ളഹാനോട് ചോദിക്കണ മാരികൾ ചോദിച്ചോളിന്ന്. ഈ അമേരിക്കയിൽ നിന്ന് ആള് ഇംഗ്ലീഷിലാണ് ചോദിക്കണേ. ഈ ഭാഷ അറിയാത്ത ഈ പോത്തിന് എന്താ അറിയാ? ഈ പോത്ത് പറഞ്ഞാല് അല്ല, ഈ ഭാഷ അറിയാത്ത ആള് മരിച്ചിട്ടുണ്ട്. പോത്തിനല്ല, പോത്തിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാതെ വലിയനെ പറ്റിയാണ്. അപ്പോഴേ ഈ ഭാഷ അറിയാത്ത ഇയാൾക്ക് എങ്ങനെ ഇതിന് ഉത്തരം നൽകാൻ പറ്റും? അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് കൊടുക്കും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അവൻ നൽകുക തന്നെ ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹബബ്തുഹു കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന, എന്റെ വലിയ കേൾക്കുന്ന കാത് ഞാനാകും. കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അപ്പൊ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട്, അള്ളാഹു നൽകുന്ന ആ ശക്തി കൊണ്ട് അറിയാനും കേൾക്കാനും ഔലിയാക്കൾക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ, തിരുഹദീസുകൾ അടിസ്ഥാനത്തിൽ ഈ കാര്യം നമുക്ക് തെര്യപ്പെടുത്താനും കഴിയും.